കണ്ണൂർ ആറളത്ത് ആദിവാസികൾ ഉയർത്തിവിട്ട സമര കൊടുങ്കാറ്റ് സർക്കാരിനെ ചുഴറ്റിയെറിഞ്ഞു. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ വെള്ളിയെയും ഭാര്യ ലീലയെയും ആന ചവിട്ടിക്കൊന്ന വിവരം കാട്ടുതീ പോലെ പടർന്നതോടെ മലയോര ജനത കാടിളക്കി സമരം കടുപ്പിക്കുകയായിരുന്നു. സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ടായിരുന്നു ആറളത്ത് കഴിഞ്ഞ ദിവസം നടന്ന സമരം ശക്തമായത്. ആറളത്തെ പെൺപുലി ശ്യാമ ബബീഷിന്റെ ചോദ്യങ്ങൾ സർക്കാരിനെ വിറപ്പിച്ചു. ജനക്കൂട്ടം റോഡിലേക്കിറങ്ങി ഉപരോധം ശക്തമാക്കി. വിഷയം കൈവിട്ടു പോയപ്പോൾ തണുപ്പിക്കാൻ പാഞ്ഞെത്തിയ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ കഴുത്തിന് കയറി പിടിച്ചു ആദിവാസികൾ. ജയരാജന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായതോടെ ഇവിടേക്ക് വരാൻ പോലും ഭയപ്പെട്ട് വനം മന്ത്രി ശശീന്ദ്രൻ മുങ്ങി. രാഷ്ട്രീയക്കാർ ആരും പ്രശ്നത്തിൽ ഇടപെടേണ്ട എന്നും ഒരു നേതാവും പാർട്ടിയും വരേണ്ട എന്നും പറഞ്ഞായിരുന്നു പ്രതിഷേധം. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണെന്നും ഞങ്ങളും തടയാനുണ്ട് എന്ന് ജയരാജൻ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ ആവശ്യമില്ലെന്ന് ജനക്കൂട്ടം കയർത്തു. ഒടുവിൽ ജയരാജനും കൂടെ ഉണ്ടായിരുന്ന CPMകാരും ജീവനും കൊണ്ടോടി. പിണറായി സർക്കാരിനെ ചൂണ്ടുവിരലിൽ നിർത്തുകയാണ് സമരക്കാർ. സെക്രട്ടേറിയറ്റിൽ സ്ത്രീകൾ സമരം കത്തിജ്വലിപ്പിക്കുന്നു. മലയോര മേഖലയിലാകട്ടെ ജനങ്ങൾ സമരമുഖത്ത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തീച്ചൂളയിൽ CPM. ആറളത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയാണ് ഇപ്പോൾ സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കാട്ടാനക്കലിയിൽ 14ഓളം ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. അതിൽ 10ഉം ആദിവാസി പുനരധിവാസ മേഖലയിലാണ് ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. ഇനിയും സഹിക്കാൻ കഴിയില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുകയാണ്. ഇത് മാത്രമല്ല, പുനരധിവാസ മേഖലയിൽ ആദിവാസികൾക്ക് വേണ്ടി നിരവധി വീടുകളാണ് പണിതിരിക്കുന്നത്. എന്നാൽ അവിടെയൊന്നും കയറി താമസിക്കാൻ പോലും ഈ പാവങ്ങൾക്ക് കഴിയുന്നില്ല. ആനയെ പേടിച്ച് ആ വീടുകളിലേക്ക് പോകാൻ പറ്റാത്ത ഗതികേടിലാണ് ആറളത്തെ ആദിവാസികൾ ഉള്ളത്. ജനങ്ങളെ പേടിച്ച് മാളത്തിലൊളിച്ച മന്ത്രി ശശീന്ദ്രനെ സമരമുഖത്തെത്തിച്ചു പ്രതിഷേധക്കാർ. മൃതദേഹങ്ങളുമായി എത്തിയ ആംബുലൻസ് പൊരിവെയിലത്ത് നടുറോഡിൽ തടഞ്ഞിട്ട് വനം മന്ത്രി വന്നെങ്കിൽ മാത്രമേ അനക്കാൻ കഴിയൂ എന്ന് സ്ത്രീകൾ കട്ടായം പറഞ്ഞു. ഒടുവിൽ ജനക്കൂട്ടത്തിന്റെ രോഷത്തിന് വഴങ്ങി വലിയ സുരക്ഷാ സന്നാഹത്തോടെ മന്ത്രി എത്തി. സമരക്കാരെ തണുപ്പിക്കാൻ ശശീന്ദ്രൻ നിന്ന് വിളറി വെളുത്തു. വനം മന്ത്രി തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചും ശശീന്ദ്രന് നേരെ വിരൽ ചൂണ്ടിയും തങ്ങളുടെ സങ്കടങ്ങൾ തുറന്നടിച്ചും പുനരധിവാസ മേഖലയിലെ ആദിവാസികൾ അധികൃതരെ വിചാരണ ചെയ്തു. മന്ത്രി ശശീന്ദ്രന്റെ അനുനയത്തിലാണ് പ്രതിഷേധക്കാരെ തിരിച്ചയക്കാൻ കഴിഞ്ഞത്. മലയോര മേഖലയിലേക്കെങ്ങാൻ പിണറായിയുടെ തലവെട്ടം കണ്ടാൽ ജനം കൊടുവാളെടുക്കും. അല്ലെങ്കിലും സമരക്കാരെ പേടിച്ച് സെക്രട്ടേറിയറ്റിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ. ആന കൊല്ലുമ്പോൾ മാത്രമാണ് നേതാക്കൾ എത്തുന്നത് എന്നായിരുന്നു ആറളത്തുയർന്ന മുദ്രാവാക്യം. മന്ത്രിയെ ഉത്തരം മുട്ടിച്ച് ആദിവാസി സ്ത്രീ ശ്യാമ ബബീഷ്. ആറളം ഫാം 7ാം ബ്ലോക്കിലെ റേഷൻ കട ജീവനക്കാരിയാണ് ശ്യാമ ബബീഷ്. ആനമതിൽ എത്ര കാലം കൊണ്ട് പൂർത്തിയാക്കും എന്നതായിരുന്നു നിങ്ങളുടെ പ്രഖ്യാപനമെന്ന് PK ശ്രുതിയുടെ ആദ്യ ചോദ്യം വന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇനി ആരും കൊല്ലപ്പെടില്ലെന്ന് മന്ത്രി എഴുതി ഒപ്പിട്ട് നൽകണമെന്നായിരുന്നു മറ്റൊരാവശ്യം. ആനമതിൽ നിർമ്മാണം അഴിമതിക്കാരെ ഏൽപ്പിക്കരുതെന്ന് ശ്യാമ ബബീഷ് പറഞ്ഞു. ആനമതിൽ പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ശവശരീരങ്ങൾ തടഞ്ഞിട്ട് മന്ത്രിയെ വരുത്തേണ്ടി വരില്ലായിരുന്നുവെന്നും ശ്യാമ പറഞ്ഞപ്പോൾ ജനങ്ങൾ ആരവം മുഴക്കുകയായിരുന്നു. ഒരു പന്നി എവിടെയെങ്കിലും ചത്തുകിടന്നാൽ DFOയുടെയും RRTയുടെയും 2ഉം 3ഉം വണ്ടി എത്തി പോസ്റ്റ്മോർട്ടം നടത്തി അതിനെ കുഴിച്ചിടുന്നു. അടുത്ത വീടുകളിലെ ചമ്മന്തി അരച്ചു വെച്ച ചട്ടി വരെ പൊക്കി നോക്കും, കൊണ്ടുപോകും. എന്നാൽ 2 മനുഷ്യജീവൻ ഇവിടെ ആനയുടെ ആക്രമണത്തിൽ ചത്തുകിടന്നിട്ടും ഒരുത്തനും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ശ്യാമ കുറ്റപ്പെടുത്തി. ആദിവാസികൾക്ക് തുച്ഛമായ വേതനത്തിന് നൽകുന്ന കാടുവെട്ട് തൊഴിൽ പോലും 10,000-നും ലക്ഷത്തിനും കരാറുകാരന് നൽകി കൊള്ളയടിക്കുകയാണ്. ഇതൊക്കെ കൊല്ലങ്ങളായി തങ്ങളുടെ മനസ്സിൽ കിടന്ന് നീറുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ടാണ് മണിക്കൂറുകളായി മൃതദേഹവും വെച്ച് ഇവിടെ പ്രതിഷേധവുമായി തടിച്ചുകൂടിയിരിക്കുന്നത്. രാത്രി മുതൽ പോലീസുകാരും മറ്റും ഇവിടെ കഷ്ടപ്പെടുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങൾ ആദിവാസികളുടെ കാര്യം പറയാൻ ആരുമില്ലെന്ന അവസ്ഥയിലാണ് ഇതെല്ലാം തുറന്നു പറയുന്നതെന്നും ശ്യാമ ബബീഷ് മന്ത്രിയുടെ മുന്നിൽ പറഞ്ഞു. കൂടെ നിന്നവർ ഓരോ വാക്കിലും നിർത്താതെ കൈയടിക്കുകയായിരുന്നു ഈ സമയങ്ങളിലെല്ലാം. ഒരു വേള ഇതെല്ലാം കേട്ട് മന്ത്രിക്കും തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു. കൂടുതൽ സംസാരിക്കാതെ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ സത്തയിൽ നടപ്പാക്കിയാണ് ശീലം. സഹോദരി പറഞ്ഞ വാക്കുകൾ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു. നിങ്ങളിൽ ഒരുവനായി എന്നെയും കരുതുക. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നഷ്ടപ്പെടുത്തിയവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുമെന്ന് മന്ത്രി ഉറപ്പുകൊടുത്തു.
13-ാം ബ്ലോക്കിലെ PK ശ്രുതിയും കാര്യങ്ങൾ മന്ത്രിക്ക് മുന്നിൽ വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു. ആറളത്ത് നടന്നത് നിസ്സാര സമരമൊന്നുമല്ല, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കനത്ത പ്രതിഷേധം തന്നെയായിരുന്നു. ഞായറാഴ്ച രാത്രിയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായി ആദ്യ സംഘർഷമുണ്ടായത് 11 മണിയോടെയാണ്. പ്രദേശത്തെത്തിയ വനപാലക സംഘത്തെയാണ് നാട്ടുകാർ ഓടിച്ചുവിട്ടത്. നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കാണ് 2 വാച്ചർമാർ സ്ഥലത്തെത്തിയത്. ആന ചവിട്ടിക്കൊന്ന വെള്ളിയുടെയും ലീലയുടെയും മറ്റു 2 പേരുടെയും തിരിച്ചറിയൽ കാർഡുകൾ വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം.